ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല. 5 വർഷമായിട്ട് വീഴാപ്പൂഞ്ചിറ കാരണം അതിന്റെ ഒരു വികസന പ്രവർത്തനങ്ങൾ. ഞാൻ മേലിയാവ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ബിൻസി ടോമി. ഞാൻ കഴിഞ്ഞ 5 വർഷം UDFന്റെ ഭരണത്തിൽ ഇവിടെ തന്നെ ഈ പഞ്ചായത്ത് തന്നെ ഉണ്ടായിരുന്നു. ഇപ്പം ഈ വർഷം പ്രസിഡൻ്റായിട്ട് കയറി. കഴിഞ്ഞ തവണയും അതിൻ്റെ മുമ്പ് 1.5 വർഷത്തോളം മാണി കാപ്പൻ MLA പാലാ നിയോജകമണ്ഡലത്തിൻ്റെ MLA ആയിരുന്നു. അതുപോലെ ഈ കഴിഞ്ഞ 5 വർഷവും ഇവിടെ MLA ആയിട്ട് തുടരുമ്പോൾ ഈ നാടിന് ഒരുപാട് വികസനം, ഈ മേലിയാവ് ഗ്രാമപഞ്ചായത്തിൽ ഒരുപാട് വികസനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. MLA ആയിട്ട് ഈ വർഷം നമ്മുടെ പാലാ നിയോജകമണ്ഡലത്തിൽ മത്സരിക്കുമ്പോൾ മാണി കാപ്പന് കഴിഞ്ഞ തവണത്തേലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്ന് ഞങ്ങൾക്ക് 100% ഉറപ്പുണ്ട്. കാരണം അതുപോലുള്ള വികസന പ്രവർത്തനങ്ങൾ പാലായിലുടനീളം, പാലാ ടൗൺ മാത്രമല്ല അതിനോടനുബന്ധിച്ചുള്ള എല്ലാ പഞ്ചായത്തുകളും, പാലാ നിയോജകമണ്ഡലത്തിന് കീഴിലുള്ള മുഴുവൻ പഞ്ചായത്തുകളിലും വികസനങ്ങൾ വന്നിട്ടുണ്ട്. UDF ഒറ്റക്കെട്ടായിട്ട് നിന്ന് MLAക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യും. ഞങ്ങൾ കഴിഞ്ഞ തവണ ഈ പഞ്ചായത്ത് പരിധിയിൽ വീടുകൾ കയറിയപ്പോൾ ഇലവീഴ പൂഞ്ചിറ ഭാഗം എന്ന് പറയുന്നത് മലയോര മേഖലയാണ്. അപ്പോൾ അവിടെ ഒരിക്കലും ഒരു വാഹനം എത്തുക എന്നുള്ളത് വളരെയേറെ ദുഷ്കരമായ ഒരു ഇതായിരുന്നു. അപ്പം MLA അവിടെ വീട് കയറിയ സമയത്ത് ഞങ്ങളും കൂടെ ഉണ്ടായിരുന്നു. ആ സമയത്ത് അവിടെയുള്ള ആൾക്കാർ പറഞ്ഞത്, ഞങ്ങൾ ഇത്തവണ വോട്ട് ചെയ്യുന്നില്ല, കാരണം ഈ റോഡ് എന്ന് വികസിക്കുന്നോ അന്ന് മാത്രമേ ഞങ്ങൾ വോട്ട് ചെയ്യുന്നുള്ള ഇതാണ് അവർ പറഞ്ഞിരുന്നത്. അതുപോലെ തന്നെ MLA ആയി കഴിഞ്ഞപ്പോൾ ഏറ്റവും ആദ്യം ചെയ്ത പ്രവൃത്തി ഇലവീഴ പൂഞ്ചിറ റോഡ് നവീകരിക്കുകയാണ് ചെയ്തത്. 12 കോടി മുടക്കി ആ റോഡ് നല്ല നിലയിൽ ഒരുപാട് വിനോദസഞ്ചാരികളൊക്കെ എത്തുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ തന്നെ ആ പ്രദേശം വികസിച്ചിട്ടുണ്ട്. അതുപോലെ MLAയുടെ സ്വപ്ന പദ്ധതിയാണ് ഇലവീഴ പൂഞ്ചിറ ടൂറിസം ഹബ്ബ്. അതിനു വേണ്ടിയിട്ട് റവന്യൂ വകുപ്പുമായി ആലോചിച്ച് നടപടികൾ സ്വീകരിച്ചു വരുന്നു. അതുപോലെ തന്നെ മേലുകാവ് കൊല്ലപ്പള്ളി പാലാ റൂട്ടിൽ നമുക്ക് ഇവിടുന്ന് 1 കിലോമീറ്റർ ചെല്ലുമ്പം പാലമുണ്ട്, കുരിശിങ്കൽ പാലം. ആ പാലം ഒരു വാഹനം കടന്നു പോകുമ്പോൾ അടുത്ത വാഹനം കടന്നു പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. നിർത്തിയിട്ടിട്ടാണ് മറ്റുള്ള വാഹനങ്ങൾ കടന്നു പോകുന്നത്. അത് 5 കോടി രൂപ നമുക്ക് ആ പാലത്തിന് വേണ്ടിയിട്ട് MLA ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. അതിൻ്റെ സ്ഥലമേറ്റെടുപ്പൊക്കെ നടന്നു. അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ UDF അധികാരത്തിലെത്തുമ്പോൾ പാലാ MLA ആകുന്ന മാണി കാപ്പൻ ഒരു മന്ത്രിയായി വരണമെന്നാണ് ഞങ്ങളുടെ ആഗ്രഹം. എന്താവശ്യത്തിനും ഏത് സമയത്തും സമീപിക്കാവുന്ന ഒരു വ്യക്തിത്വമാണ് മാണി കാപ്പൻ.